ശരിക്കും ഞാനിപ്പോ ഇത് പറയണതല്ല, നല്ല മണമാണ് കേട്ടോ. എന്റെ പൊന്നോ, ഇത് മണം തന്നെ കണ്ടില്ലേ? എന്താ ഇതിന്റെ അടുത്തേക്ക് ഒരു വന്യമൃഗങ്ങൾ കൂടിയും വരില്ല, അത്രയും ഔഷധമുള്ള മണം. നല്ല മണമുണ്ടോ? അജിതേട്ടാ നമസ്കാരം. നമസ്കാരം. മഞ്ഞൾ കൃഷി, പ്രതിഭ മഞ്ഞൾ അല്ലേ? പ്രതിഭ മഞ്ഞൾ ഇപ്പൊ നമ്മൾ പറിക്കാൻ പോവാണ് അല്ലേ? ശരിക്കും ഇതിന്റെ വിളവെടുപ്പിന് ടൈം ആയിട്ടില്ല. ഒരു മാസം കൂടി സമയമുണ്ട്. നമ്മള് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് എത്രത്തോളം ഇതിന്റെ വളർച്ചയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളിപ്പോ പറിക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ? ഇതൊക്കെ ഒരു സെന്റിന് ഒരു ക്വിന്റലിന്റെ മുകളിൽ കിട്ടുന്നതാണ്. അറിയാം, ഒരു സെന്റില് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വിന്റലോളം മഞ്ഞൾ കിട്ടും അല്ലേ? കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ഥലം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവര് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും. മാർക്കറ്റിംഗ് സാധ്യതയുള്ള മഞ്ഞളാണ് ഇത്. പ്രതിഭ മഞ്ഞൾ നമുക്ക് തന്നെ കൊല്ലം തികയാറില്ല. നല്ല മാർക്കറ്റിംഗ് ഉള്ള, നല്ല കേടും കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കളറുമാണ് മഞ്ഞൾ, നല്ല വിളവുമാണ് മഞ്ഞൾ. എന്ത് സാധനം നമ്മൾ നല്ല വിളവുള്ള സാധനം, ഉത്പാദനം കൂടുതലുള്ള സാധനങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പലവരും ഈ കൃഷി രീതി നിർത്തിക്കൊണ്ടു പോകുന്നത് ഈ വന്യജീവി ആക്രമണം. അതാണ് നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ പലതരം കൃഷികളാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ നമ്മള് മാർക്കറ്റില്ലാത്ത സാധനങ്ങളൊന്നും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും നിർത്തി പോണ്ടി വരും. അല്ല, ഞാൻ പറയണത് ഈ മഞ്ഞൾ ചെയ്യുന്നത് കൊണ്ട് വന്യജീവി ആക്രമിക്കില്ല. മഞ്ഞൾ ആക്രമിക്കില്ല. തൊരോനായാലും പെരിച്ചാഴിയാണെങ്കിലും പന്നിയാണെങ്കിലും മുള്ളമണ്ണിയാണെങ്കിലും മഞ്ഞൾ തിന്നില്ല. മഞ്ഞൾ കഴിക്കില്ല. ധൈര്യത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അടുത്ത് വരുമ്പോ തന്നെ നമ്മൾ സ്മെല്ല് വരുന്നുണ്ട്. ഇതെല്ലാം ഔഷധ ഗുണം കൂടുതലുള്ള മഞ്ഞളാണ്. എത്ര ഏക്കറാണ് ഇപ്പൊ കൃഷി ചെയ്തിരിക്കുന്നത്? 5 ഏക്കറുടെ മുകളിലുണ്ട്. 5 ഏക്കറോളം നമ്മൾ പ്രതിഭ മഞ്ഞൾ മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തിന്റെ പല ഭാഗത്തായിട്ടാണ് ഒന്നിച്ചിട്ട്. ഇവിടെ ഒരു ഏക്കറോളം സ്ഥലത്ത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ കാണുന്നതൊക്കെ പ്രതിഭ മഞ്ഞളാണ്. ഇപ്പൊ മൂപ്പരതില് ആവശ്യക്കാർ കൂടുതലുണ്ടെന്ന് അറിഞ്ഞപ്പോ അത് കാരണം കൃഷി കൂട്ടിയതാണ്. ഇപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. മൂപ്പര് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ, കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് പൊടി വേണമെന്നുണ്ടെങ്കിൽ പൊടിയും ആൾ തരുന്നതാണ്. ഇവര് ചെയ്യുന്നതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കൊല്ലവും മൂപ്പറിന്റെ വീട് ചെയ്യുന്നതാണ്. എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള ഫാമിംഗ് രീതിയാണ് മൂപ്പരുടെ. ഒരു കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഇപ്പോ ഏട്ടാ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. മനസ്സിൽ ഇപ്പൊ നമ്മൾ പറിക്കാൻ പോകുന്നത് എത്ര കിലോ ഉണ്ടാവും? 1.5 കിലോ ഒരു ചെടിയിൽ കിട്ടും അല്ലേ? നമുക്ക് പറിച്ചു നോക്കാം. ശരിക്കും ഇതിന്റെ വളർച്ച എത്തിയിട്ടില്ല അല്ലെ? ഒരു മാസം കൂടി കഴിഞ്ഞാലേ പൂർണ്ണ വളർച്ച എത്തുള്ളൂ. ജസ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയണത് സത്യമാണോ? അതെ അതെ അതെ. അങ്ങനെ വളരെ മെയിൻ്റെനൻസ് കുറവുള്ളൊരു കൃഷിയാണ്. അത് വെള്ളം വേണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മൂടാണത്. പറയുന്നത് നുണയാണോ സത്യമാണോ എന്നുള്ളത് നോക്കിക്കോളൂ. ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആ ബാക്കിലേക്ക് കാണിക്കും, മൊത്തം മുകളിലേക്ക് കാണുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ്ടല്ലേ, ഇതൊക്കെ ഇനി ആവാനുണ്ട് അല്ലേ? വെള്ളം മൂക്കാനുണ്ട് അല്ലേ? ഒരു 3 കിലോന്റെ അടുത്ത് ശരിക്കും വരുന്നാണ് ആള് പറയുന്നത്. ഇതിന്റെ മദറൊക്കെ ഒന്നുകൂടി വലുതാവാനുണ്ട്. ശരിക്കും ഇതിന്റെ മഴ കുറവായിരുന്നു. ഇവിടെ വളം കട്ടി മഴ കുറവായിരുന്നു. 3-4 ഒക്കെ വരുന്നതാണ് കേട്ടോ. ഇത് വെള്ളം ഒന്നും കൂടി ഉണ്ടോ? വളം തന്നെ അല്ല, മഴ കുറവായിരുന്നു. എന്നിട്ടും കണ്ടോ നല്ല വളവുണ്ട്. അതൊക്കെ ഒരുപാട് വലുതാവാണ്ട് ഈ വെള്ള കളറൊക്കെ മാറാണ്ടേ. മണോ നല്ല ഇതാണ്. മറ്റുള്ള മഞ്ഞളിന്റെ ഇത് വല്ലാണ്ട് വേരും കാര്യങ്ങളൊന്നും ഇല്ലേ? അതെ അതെ അതെ. ഇനിയിപ്പോ ഒരു മാസം കൂടി ആകുമ്പോഴേക്കും നല്ലതാവും, കളർ വരും. ഇതൊക്കെ ഒന്നുകൂടി കനം വരും. 600 വെക്കണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് പോലെ ഉണ്ട് അല്ലേ? 600 വെക്കണമെങ്കിൽ ഒന്നും കൂടി ഒരു മാസം കഴിയണം. കണ്ടു പഴുക്കണം. അതെ അതെ അതെ. ഇപ്പൊ മണ്ണിൽ നിന്ന് നിലത്തുനിന്നുള്ള ഈർപ്പം അങ്ങനെ കമ്മിയായി വരുന്നതാണ്. ഇത് വേണമെന്ന് കട്ട് ചെയ്ത് കാണിക്കാല്ലേ, നല്ല കനം ഉണ്ടാവുള്ളൂ. ശരിക്കും ഞാനിപ്പോ ഇത് പറയണതല്ല, നല്ല മണമാണ് കേട്ടോ. ഇത് മണം തന്നെ കണ്ടില്ലേ? എന്താ ഇതിന്റെ അടുത്തേക്ക് ഒരു വന്യമൃഗങ്ങൾ കൂടിയും വരില്ല, അത്രയും ഔഷധമുള്ള മണം. നല്ല മണമുണ്ടോ? ശരിക്കും പറഞ്ഞില്ല, മറ്റേ മഞ്ഞളിനേക്കായി ശരിക്കും ഒരു സ്പൂൺ എടുക്കേണ്ടത് ഒരു 1/4 സ്പൂൺ എടുത്താൽ മതി. അതെ, കണ്ടില്ലേ?